ഹലോ ഗൈസ്, അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് കാളികുളങ്കര അമ്പലത്തിൽ പോകാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ദേ വിറകും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാള റെഡിയാക്കണം. പാള തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പൊളിച്ചെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ പുറത്തത്തെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞ് അതിൻ്റെ വള്ളിയൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളിത് കാളികുളങ്കര അമ്പലത്തിലെത്തി. ഞാനും ചേച്ചിയും ചേട്ടനും ഷാമിയും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്ന് കലം വെക്കാനും തെണ്ടിടാനൊക്കെ ഉള്ള സ്ഥലം അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഈ വിളക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അതാണ് ഞങ്ങൾ വിറകെല്ലാം അവിടെ കൊണ്ട് വെക്കാണ്ട് ഒരു സൈഡിൽ തന്നെ ഒതുക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് വിറകെല്ലാം എടുത്ത് അപ്പുറത്ത് ചേട്ടൻ പോയി നോക്കിയപ്പോൾ കുറച്ച് അപ്പുറത്തെ പറമ്പിൽ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളിത് തെണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി നേർച്ചയൊക്കെ ഇട്ട് വന്ന് തെണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ചേച്ചിയാണ് ചേച്ചിയും ചേട്ടനും കൂടിയാണ് കുഴക്കയൊക്കെ ചെയ്യണത്. അങ്ങനെ ഞങ്ങളിത് പൊടിയും ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയും ഒക്കെ ഇട്ട് കുഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഞങ്ങൾക്ക് ഇവിടെ ആയിട്ടാണ് സ്ഥലം കിട്ടിയത്. അപ്പോൾ നമുക്ക് പുകയൊന്നും കൊള്ളാണ്ട് ഇങ്ങനെ മാറിയിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കിട്ടിയത്. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ കുറേ പേര് ഇടുന്നുണ്ട് കേട്ടോ. കുറേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തെണ്ടിടാൻ തുടങ്ങിയേക്കണേണ്. ഇപ്പോൾ ഞങ്ങളും ഇടാൻ പോവുകയാണ്. അമ്പലത്തിൽ പോയി നേർച്ചയിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ കുഴക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആദ്യത്തെ തെണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് നേർച്ചത്തണ്ട് കേട്ടോ. അമ്മയ്ക്കും ചേച്ചിയുടെ മോനും വേണ്ടിയിട്ട് ഞങ്ങൾ നേർച്ചത്തണ്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ട് ആദ്യത്തെ തെണ്ട് നമ്മൾ വെക്കുന്നതാണ്. മാവ് പാളയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ പാളയുടെ വള്ളി കൊണ്ട് തന്നെയാണ് നമ്മൾ കെട്ടണത്. നന്നായിട്ട് മുറുക്കി കെട്ടണം. അത് ശരിക്കും നല്ല മരിങ്ങ് വേണം കേട്ടോ കെട്ടാനായിട്ട്. അപ്പോൾ അതേ ചേച്ചിയും ചേട്ടനും കൂടി അതിങ്ങനെ കെട്ടണേണ്. അങ്ങനെ തെണ്ടുകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ മടയിലേക്ക് വെച്ചിട്ട് ആ തിണ്ടുകളെല്ലാം ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് മടയിലേക്ക് വെച്ച് ഇനി അതിനകത്ത് അത് മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് തീയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ ചേട്ടൻ മണ്ണൊക്കെ ഇട്ട് തിണ്ടൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഇതേ മണ്ണിട്ട് മൂടണേണ്. അപ്പം ഞങ്ങൾ ചെയ്യണേക്കാൾ മുമ്പ് ഒരു ചേട്ടൻ അതിനകത്ത് തിണ്ട് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ചൂട് നല്ല ചൂടുണ്ടായിരുന്നു മണ്ണിന്. അതിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ഇതേ മണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് മൂടി ഇനി അതിനകത്തേക്ക് നമ്മൾ വിറക് അങ്ങനെ മണ്ണൊക്കെ ഇട്ട് മൂടി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വിറക് വെച്ച് കൊടുക്കും. അപ്പോൾ ചൂട്ടും വിറകും മടലൊക്കെ കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ തീ വെച്ച് കൊടുക്കും. അപ്പോൾ അപ്പുറത്തൊക്കെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇട്ടിട്ട് അതേ നല്ലോണം തീ കത്തണുണ്ട് അപ്പുറത്തൊക്കെ. അവരുടെ കടപ്പത്തായി. ഇനിയിപ്പോൾ അതേ നമ്മൾ വെക്കാൻ പോകണേണ്. തീ വെച്ചു. ഇനി നന്നായിട്ട് വേവട്ടെ. കുറേ നേരം കഴിയുമ്പോഴേക്കും ഇത് മറിച്ചിടണം കേട്ടോ. അപ്പുറത്തെ ഭാഗം കൂടി വേഗണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ തീർത്ഥജലം. അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുത്താണ് നമ്മൾ തെണ്ട് കുഴയ്ക്കാനും പിന്നെ പായസം വയ്ക്കാനും നമ്മൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് വലിയ വിളക്ക്. ഇത് കത്തിച്ചിട്ടില്ല. ഇനി വെളുപ്പിന് 4 മണിക്കാണ് ഇത് കത്തിക്കണത്. ഇഷ്ടം പോലെ പെട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിതേ കലം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേ അമ്പലത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് ഇപ്പോൾ അരിയെ കടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഷാമിയുടെ കലമാണ് കേട്ടോ. അവൾ കലം വയ്ക്കണേണ്. അങ്ങനെ വെളുപ്പിന് 4 മണി ആവാറായി. അപ്പോൾ വിളക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ വിളക്ക് കാണാനായിട്ട്. ഒരുപാട് തിരക്കുണ്ട്. അങ്ങനെ വിളക്ക് തുടങ്ങാറായി. അപ്പോൾ വിളക്കിൻ്റെ തിരിയൊക്കെ കത്തിച്ചു തുടങ്ങി. അപ്പോൾ ഇപ്പം തന്നെ വിളക്ക് പൊക്കാൻ പോവുകയാണ്. ഇനി വിളക്ക് കണ്ടിട്ട് വരാം. കൊല്ലത്തെ കാളികുളങ്കര ഉത്സവത്തിന് സമാപനമായി. അപ്പോൾ ഞങ്ങളുടെ തെണ്ടും കലം വയ്ക്കലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.